അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് രാവിലെ ഒരു ഹദീസിൻ്റെ ആശയം ഇപ്രകാരം വായിച്ചു. ഏറ്റവും വലിയ ദാനധർമ്മങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വതക്ക, സൽക്കർമ്മം, പുണ്യപ്രവൃത്തി സഹജീവികൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, അവരുടെ വിശപ്പകറ്റലാണ് എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്ന ആശയമുള്ള ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഇസ്ലാം ലോകത്ത് എല്ലാവർക്കും കാരുണ്യം നൽകണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ മതമാണ്. കാരുണ്യം ആരോട് വേണം? ആർദ്രത ആരോട് വേണം? സഹാനുഭൂതി, വിശാലമനസ്കത, സഹായമനസ്കത, നമ്മുടെ ആർദ്രതയുടെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ, മനസ്സ്, നമ്മുടെ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സമ്പത്ത് കൊണ്ട് ആരെയൊക്കെ സഹായിക്കണം? എല്ലാ മനുഷ്യരോടും. ആരോട് കാരുണ്യം വേണം? ലോകത്തെല്ലാവരോടും. മാത്രമല്ല സഹജീവികളോടും കാരുണ്യം വേണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരാൾക്കു പോലും തീവ്രവാദത്തിൻ്റെ മനസ്സുണ്ടാവുകയില്ല, ഭീകരവാദത്തിൻ്റെ മനസ്സുണ്ടാവുകയില്ല, മറ്റൊരാളെ ആക്രമിക്കണമെന്ന മനസ്സുണ്ടാവുകയില്ല. സൂചിപ്പിച്ചത് വിശുദ്ധ ഇസ്ലാം സഹജീവികളോട് സ്നേഹം കാണിക്കണമെന്ന്, കാരുണ്യം കാണിക്കണമെന്ന്, ആർദ്രത കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണം നൽകുക, വിശക്കുന്ന എല്ലാവർക്കും. നോക്കൂ നിങ്ങൾ, ഏറെ സൽക്കർമ്മം ചെയ്ത ഒരു സ്ത്രീ, ഏറെ പുണ്യപ്രവർത്തനങ്ങളുണ്ട്. ഒരു പൂച്ച ഭക്ഷണം കൊടുക്കാതെ അതിനെ പ്രയാസപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ സൽക്കർമ്മങ്ങൾ വിധാവിലായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ശിക്ഷയുടെ ലോകമായ നരകത്തിലേക്ക് അവരെ പ്രവേശിക്കപ്പെടും എന്ന്. ഒരു നന്മയും ജീവിതത്തിൽ എടുത്തു പറയാനില്ല. ദാഹാർത്തനായി നടന്നു പോകുന്ന വഴിയിൽ ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു വരുന്ന വഴി, തനിക്ക് ഏറെ ദാഹമുണ്ട്, പ്രയാസപ്പെട്ട് ദാഹം അകറ്റി തിരിച്ചു വരുന്ന വഴി, വെള്ളം മുക്കി കുടിക്കാനോ വെള്ളം സ്വരുക്കൂട്ടുവാനോ ഒരു മാധ്യമവും ഇല്ലാത്ത ആ കിണറിൽ നിന്ന് ഏറെ സാഹസപ്പെട്ട് വെള്ളം കുടിച്ച് തിരിച്ചു വരുന്ന വഴി, ആ കിണറിലേക്ക് നോക്കി ദാഹം കൊണ്ട് നാക്ക് നീട്ടുന്ന, ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു നായയെ കാണുന്ന ഒരു വ്യക്തിയുടെ ചരിത്രവും വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് ആ നായക്ക്, ആ മനുഷ്യൻ അതിൻ്റെ വിശപ്പ് കണ്ട്, ദാഹം കണ്ട് തിരിച്ചു വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങുന്നു. തൻ്റെ ചെരിപ്പ്, തൻ്റെ ഷൂ അതിൽ വെള്ളം നിറച്ച് മുകളിലേക്ക് കയറാൻ സാഹസപ്പെട്ടപ്പോൾ ആ വെള്ളത്തിൻ്റെ, തൻ്റെ ഷൂ അത് തൻ്റെ പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിച്ച് ഏറെ സാഹസപ്പെട്ട് മുകളിലേക്കെത്തി നായക്ക് വെള്ളം കൊടുത്ത് അതിൻ്റെ ദാഹം ശമിപ്പിച്ചതിൻ്റെ പേരിൽ, സൽക്കർമ്മങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത വ്യക്തി ആ ഒരു സൽക്കർമ്മം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം ഏറെ ഉന്നതി പ്രാപിച്ചു എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മരം നട്ടുപിടിപ്പിച്ചു, ആ മരത്തിൽ നിന്ന് കായ്ക്കനികൾ ഭക്ഷിക്കുന്ന പക്ഷികൾ, അത് നിനക്ക് ദാനധർമ്മമാണ് എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ തണൽ നുകരുന്ന മുഴുവൻ മനുഷ്യർക്കും, മൃഗങ്ങൾക്കും, ഇതര ജീവികൾക്കും എല്ലാം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഇസ്ലാം എത്ര മനോഹരമായാണ് പ്രകൃതിയോടും മറ്റു ഇതര ജീവികളോടും എല്ലാവരോടും ഇടപെടേണ്ടതിൻ്റെയും പരിഗണിക്കേണ്ടതിൻ്റെയും ആവശ്യകത പഠിപ്പിക്കുന്നത്. എല്ലാം പുണ്യപ്രവൃത്തിയാണ് എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം കാരണം ഒരു മനുഷ്യരും പ്രയാസപ്പെടാൻ പാടില്ല. നാം കാരണം ഒരു ജീവികളും പട്ടിണി കിടക്കാനോ പ്രയാസപ്പെടാനോ പാടില്ല. നമ്മുടെ പരിസരത്തുള്ള, നാം പോറ്റി വളർത്തുന്ന മുഴുവൻ സഹജീവികൾക്കും ഇത്തരത്തിൽ ആർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ വിശാലമായ വായ്പകൾ പകർന്നു നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.